നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സാരിയും പൊക്കി അവിടെ ബോൾ പിടിക്കുന്നു. നമ്മൾ ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടാസ്ക് ഫസ്റ്റ് റൗണ്ട് വന്നപ്പോൾ തന്നെ ഈ അനുമോൾ ഇത് എന്ത് തോന്നിയാസാ കാണിക്കുന്നത്? സാരിയൊക്കെ ഉടുത്ത് ഒരുമാതിരി കല്യാണ വീട്ടിൽ പോകുന്ന കണക്കാണോ ഈ ടാസ്ക് ഒക്കെ കളിക്കാൻ പോകുന്നത്? ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ലേ? ഓടണ്ടേ, ബോൾ അടിക്കണ്ടേ? പക്ഷെ അതിനുള്ള മറുപടി എനിക്ക് നേരിട്ട് തന്നതുപോലെയാണ് ഇന്ന് ആ ടാസ്കിന്റെ ഇടയിൽ ലക്ഷ്മി എടുത്ത് ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയ എന്താ പറയാ, സാരി ഉടുത്ത് നിന്ന് പോയത് കൊണ്ട് ലക്ഷ്മി എടുത്ത് ഒരു ഉഡായിപ്പ് ഡയലോഗ് അടിച്ചതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇന്നിപ്പോ മൂന്നാമത്തെ റൗണ്ട് അല്ല, അടുത്ത ഒരു സെഷൻ പോലെ ഒരു റൗണ്ട് വന്നപ്പോഴത്തേക്കും അനുമോൾക്കാണ് കുറച്ചധികം പോയിന്റ്സ് ഒക്കെ കിട്ടി. പക്ഷെ എങ്കിലും അങ്ങോട്ട് മെനയായില്ല, അത്രയും പോരാ. ഇനിയും അങ്ങോട്ട് ഗെയിമിലൊക്കെ കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് നിൽക്കണം. അതാണ് ഒരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോഴത്തേക്കും സ്റ്റാർ മാജിക്കിൽ ഒരുപാട് ഗെയിം ഒക്കെ ഉണ്ടായിരുന്നതല്ലേ, അതുകൊണ്ട് ആ ഒരു അത്രയൊന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും ശരി, സാരി ഒരു ചുവന്ന സാരിയാണ്, അത് മൊത്തം അങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് അതങ്ങോട്ട് സഞ്ചി പോലെ ആക്കിയിട്ട് ഓടി കാണുന്നിടത്തു നിന്നൊക്കെ ഈ ബോളെല്ലാം പറക്കി ഇടുകയാണ്. ഏതായാലും ശരി 17 പോയിന്റ്സോളം ഒപ്പിക്കാൻ പറ്റി. റെഡ് ബോൾ തന്നെ 4 അങ്ങാണ്ട് എടുത്തിട്ടുണ്ട് കക്ഷി. അപ്പോൾ ഇന്ന് സത്യത്തിൽ ഒരു കോമഡി ആയിരുന്നു ഈ പറയുന്ന അനുമോളുടെ ആ ഒരു സാരി പ്രകടനം. പക്ഷെ അത് ടാസ്കിൽ മാത്രമല്ല, ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അതാണ് ഏറ്റവും കോമഡി ആയത്. അല്ലെങ്കിൽ നമുക്ക് ടാസ്കിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ടാസ്കിൽ ഈ സാരി ഉടുത്ത് തറയിൽ വീണ് ഞെരങ്ങി വലിച്ചെഴച്ച് ഇങ്ങനെ പോകുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇതിന്റെ പോലെ ഈ സാരിയൊക്കെ ഉടുത്ത് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരാൾക്ക് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ വലിയൊരു കാര്യമായിട്ട് കണ്ടില്ല. എന്നാൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം വലിയ സന്തോഷത്തിൽ ഈ പറയുന്ന സാരിക്കകത്തുനിന്ന് ഓരോന്നിങ്ങനെ എണ്ണി എടുക്കാൻ പോവുക. അപ്പൊ ആര്യൻ അവിടെ കിടന്ന് അയ്യോ ഇപ്പൊ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല, അയ്യോ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമം പറഞ്ഞ് ആര്യൻ അടക്ക കിടന്ന് നടക്കുമ്പോൾ അനുമോളുടെ അടുത്ത് വന്നിട്ട് നോക്കിയപ്പോ എന്തോ അനുമോള് സാരിക്കകത്ത് ബോളുകളെല്ലാം പറക്കിയിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നു. അങ്ങനെ ആര്യൻ അന്നേരം ഡാ എനിക്ക് കൂടെ താടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ തമാശയ്ക്ക്. അപ്പൊ അനുമോൾ എണ്ണാൻ തുടങ്ങി. 1 2 3 അങ്ങനെ അങ്ങോട്ട് എണ്ണി വന്നപ്പോഴത്തേക്കും തരക്കേടില്ല, നന്നായിട്ട് തന്നെ എടുത്തു. കാരണം ഓൾറെഡി അനുമോളുടെ ഒരു പ്രീവിയസ് ഒരു ഫിസിക്കൽ ടാസ്ക് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അനുമോൾ അത് സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എന്നിട്ട് അതൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ആ ഒരു തനിക്ക് ഇത്രയും കിട്ടി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബാസ്ക്കറ്റ് കംപ്ലീറ്റ് എടുത്തിട്ട് അങ്ങ് ആദിലെടുത്തും നൂറെടുത്തും വരെ നടന്ന് കണ്ടാ കിട്ടി. എന്നിട്ട് അനീഷാണല്ലോ ഇപ്പോഴും ഇവിടെ കിടന്ന് ബഹളം വെക്കുന്ന, അനീഷിന്റെ മുമ്പിൽ കൊണ്ടുപോയി അതിനകത്ത് അത്രയും ബോൾ കിട്ടിയേ എന്ന് പറഞ്ഞിട്ട് അനീഷിന്റെ മുമ്പിൽ കിടന്ന് ജാടയൊക്കെ കാണിച്ച് എല്ലാവരെയും കാണിച്ച്. എന്നിട്ട് ലക്ഷ്മി പറഞ്ഞായിരുന്നല്ലോ എന്തിനാ ഈ സാരി ഉടുത്ത്, സാരി മാറാൻ ഇപ്പൊ സമയമുണ്ട്, സാരി മാറുന്നുണ്ടോ എന്നിങ്ങനെ അനുമോളോട് ലക്ഷ്മി ചോദിച്ചായിരുന്നു. അപ്പൊ അതിനുള്ള മറുപടി ആയിട്ട് നിങ്ങളെല്ലാരും ചോദിച്ചില്ലേ എന്താ സാരി ഉടുത്തോണ്ടിരിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായോ, എനിക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാരി ഉടുത്തോണ്ട് വന്നത്, ഇപ്പൊ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ടാസ്ക് കാണുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ടൊന്നും തോന്നത്തില്ല. പക്ഷേ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, സത്യം പറഞ്ഞാൽ അനുമോൾ ഇതൊക്കെ എന്ത് കാണിക്കുന്നത് ചേ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് ഒരു മറുപടി എന്നോണം അനുമോൾ തിരിച്ച് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങളെങ്ങാനും ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ എൻ്റെ ആ ഒരു വീഡിയോ കേട്ടിട്ട് എന്നെ ആരെങ്കിലും എല്ലാം പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ കമന്റ്സ് നോക്കാൻ പറ്റിയിട്ടില്ല, ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തിരക്കിലാണ്. പക്ഷെ ഇന്നിപ്പോ ലൈവില് അനുമോളുടെ ഈ ഒരു സാരി പ്രകടനം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളും സാരി ഉടുത്ത് എന്തിനാ ഈ സാരി ഉടുത്ത് അനുമോൾ ഇങ്ങനെ ചെയ്യുന്നേ എന്ന് നിങ്ങൾ ചിന്തിച്ചായിരുന്നോ? എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ടാസ്ക് അടുത്ത ഒരു ലെവലിലേക്കും ഘട്ടത്തിലേക്കും ഒക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ തന്നെ വരാം. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.